പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെട്ടാലോ? പേര്? സുനിത, ഷംല, സുമയ്യ, തസ്ലിമ, വാഹിദ, ഷാജിദ, രമേശ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ആകെ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ നൽകുക. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ നൽകുന്നത് അവരെ മത്സര വിജയിയായി പ്രഖ്യാപിക്കും, സമ്മാനം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? സുമയ്യ. സുമയ്യ. അപ്പോൾ നമ്മുടെ സുമയ്യ ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. ചോദിക്കട്ടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ കത്തുകളിലും കാണുന്ന ഏറ്റവും ചെറിയ വാക്ക് ഏതാണ്? എന്തോ? അല്ല, എല്ലാ കത്തുകളും, എല്ലാ ലെറ്ററിലും കാണുന്ന ഏറ്റവും ചെറിയ വാക്ക്. നമ്മൾ ലെറ്ററൊക്കെ അയക്കാറുള്ള ആളുകളാണല്ലോ. ആദ്യമാണ് അവസാനമാണ് ആ വാക്ക് വരുന്നത്? അങ്ങനെ ഉണ്ടോ? ആദ്യമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം വരും. സുഖമാണോ? അല്ല. അല്ല. പറയുക. ക്ലൂ തരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ ആകെ 2 ലെറ്ററേ ഉള്ളൂ. വെരി ഗുഡ്. പേര്? തസ്ലിമ. തസ്ലിമയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. വീണ്ടും നിങ്ങളോ? തസ്ലിമയാണ് ഇപ്പോൾ ഇവിടെ ഇഞ്ചോടിഞ്ചായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത പാറ ഏതാണ്? ഈ ഒരു പാറ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താണ് ആ പാറ? ഇവിടെയല്ലേ ആൻസർ ആദ്യം വന്നേ. പേരെന്താ? ഷംല. നമ്മുടെ ഷംല ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ. പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പാട്ട് പഠിച്ചിട്ടുള്ള, പാടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടോ? തസ്ലിമ? സുമയ്യ ചേച്ചി? ഇല്ല, ആരും പാടില്ല. ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. പഴം തിന്നാൻ കൊള്ളാം, പിന്നെ എന്തിനു കൊള്ളാം? പഴം തിന്നാൻ കൊള്ളാം, പിന്നെ എന്തിനു കൊള്ളാം? പറഞ്ഞോ. യെസ്, കറക്റ്റ് ആൻസർ. എന്താ? പിന്നെ കുത്താൻ കൊള്ളാം. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നു കേട്ടോ. ബോസിന് സോഡ അറിയണോ? ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവന്മാരിക്ക് ഇപ്പൊ കപ്പലണ്ടിയും വേണോന്ന്. മാമനോടും തോന്നല്ലേ മക്കളെ? മാമനോടും തോന്നല്ലേ? വാഹിദ. നമ്മുടെ വാഹിദ ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. പഴം തിന്നാൻ കൊള്ളാം, പിന്നെ എന്തിനു കൊള്ളാം? ക്വസ്റ്റ്യന് തന്നെ ആൻസർ ഉണ്ടായിരുന്നു. പിന്നെ കുത്താൻ കൊള്ളാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്ലാപ്പ് വാഹിദ ചേച്ചിക്ക്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാട്ട് പാടാനൊന്നും ആർക്കും വയ്യല്ലേ? ലാസ്റ്റ് ഒരു പാട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിത്തരോ? ഞാനും കൂടെ കൂടാം. ശ്രമിക്കാമെന്നോ? ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഡാൻസ് ഏതാണ്? വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഡാൻസ്. ചോദ്യം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഡാൻസ്. ഭയങ്കര ചിന്ത. ആൻസർ ഒന്നും വരുന്നില്ല. ചിന്ത നടക്കുന്നതേ ഉള്ളൂ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഡാൻസ് അറിയത്തില്ല. ഡാൻസിന്റെ ഫ്രണ്ടിൽ 2 വേർഡും കൂടെ ചേർത്താൽ മതി. ഇംഗ്ലീഷ് ലെറ്റർ ആണെങ്കിൽ 5 എണ്ണം.
ടൈം ഔട്ടായി. ബ്രേക്ക് ഡാൻസ്, ബ്രേക്ക്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും കയ്യിലിടാൻ പറ്റാത്ത വള ഏതാണ്? കുസൃതി ചോദ്യമാണ്, ആ രീതിയിൽ കണ്ട ആൻസർ പറയണം. തവള. ആൻസർ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ്. അമ്പട കേമാ സണ്ണിക്കുട്ട. അവിടെ നിന്ന് ക്ലാപ്പ് അടിക്കാതെ ഇങ്ങോട്ട് വരൂ, മത്സരത്തിൽ പങ്കെടുക്കൂ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, പലകയിൽ തറയ്ക്കാൻ പറ്റാത്ത ആണി ഏതാണ്? ബിരിയാണി. കറക്റ്റ് ആൻസർ. തസ്ലീമ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. അതുപോലെ നമ്മുടെ സുമയ ചേച്ചി. രണ്ടുപേരും ഇഞ്ചോടിഞ്ഞ് നിന്ന് പൊരുതുകയാണ്. ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആരാണ്? കണ്ണാടി. ഇവിടെ കണ്ണാടി ഉണ്ട് തസ്ലീമ ചേച്ചി, അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു. 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും നേടി. സുമയ ചേച്ചിക്ക് ചെറിയൊരു വിഷമം, എവിടെ ജയിക്കുമോ? ഇല്ല, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കരുത്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താറാവുകൾ എന്താണ് ഒന്നിന് പിറകെ ഒന്നായി പോകുന്നത്? താറാവുകൾ എന്തുകൊണ്ടാണ് ഒന്നിന് പിറകെ ഒന്നായി പോകുന്നത്? കാലുകൊണ്ട്. അല്ല, ആൻസർ അതല്ല. ആൻസർ പോരട്ടെ, ആൻസർ വരുമ്പോഴത്തേക്കും യെസ് പറയാം. അതുവരെ നോ പറയും. താറാവുകൾ എന്തുകൊണ്ടാണ് നിരനിരയായി പോകുന്നത്? കൂട്ടത്തോടെ പോകാത്തതുകൊണ്ടാണ്. അല്ല, ഒന്നുകൂടെ ചിന്തിച്ചോ. ക്ലൂ ആൻസർ അതിനകത്തില്ല. താറാവുകൾ ഒരു കാര്യം ഇങ്ങനെ പറയും, അതുകൊണ്ടാണ് അത് പോകുന്നത്. എന്ത് കാര്യം? ബാബ. ബാബ അല്ല, ആ വേർഡ് പറഞ്ഞാലും മതി. അതുകൊണ്ടാണ് അത് ബാക്കിൽ നിന്ന് പോകുന്നത്. പിന്നീന്ന് പോകുന്ന താറാവ് ബാക്ക് എന്ന് പറയുന്നതുകൊണ്ടാണ് മറ്റു താറാവുകൾ ബാക്കിൽ നിന്ന് പോകുന്നത്. അപ്പോൾ തസ്ലിമ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ നേടിയിരിക്കുകയാണ്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, മീനുകൾ ഭയക്കുന്ന ആഴ്ചയിലെ ഒരു ദിവസം? ഫ്രൈഡേ. ആരുടെ? എല്ലാവരും ഫ്രൈഡേ ഞാൻ പറയും. ഇവിടെയാണ് ആദ്യം പറഞ്ഞത്. എൻ്റെ പേര് ഷാജിദ. ഷാഹിദ. ഓക്കെ, നമ്മുടെ ഷാഹിദ ചേച്ചി ഇപ്പോഴാണ് ഉണർന്നിരിക്കുന്നത് കുട്ടികളെ. ഇയാളിത് എങ്ങോട്ടാ പോകുന്നത്? ശുംഭൻ തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ എല്ലാവരും പറഞ്ഞു. തസ്ലീമ. ഉറക്കെ പറയാൻ. തസ്ലീമ. തസ്ലിമയാണ് ഇന്നത്തെ വിജയി. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തസ്ലിമയാണ്. തസ്ലിമയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കയ്യടിയും കൂടി. ഇനി പോകുന്നതിന് മുന്നേ ആരും പോകല്ലേ. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളി. എൻജോയ് ചെയ്തു. സമ്മാനം കിട്ടിയോണ്ടുള്ള സന്തോഷം? അല്ലല്ലോ, എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. വേറെ എന്തെങ്കിലും പറയാൻ? അങ്ങനെയൊന്നുമില്ല. ഈ ഒരു എന്നെ സാഹചര്യം. കുറിച്ചൊന്നും പറയൂ. എവിടെയാ സ്ഥലം? എൻ്റെ വീട് ആറ്റിങ്ങൽ. കൊള്ളായിരുന്നു. പ്രതീക്ഷയില്ലാത്തൊരു പ്രോഗ്രാം. ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുത്ത്. കൊള്ളായിരുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ.